നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 328 328. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 1-ാം അധ്യായത്തിൽ 50-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് പറയേണ്ടത്. അപ്പോൾ ഇവിടെ 50-ഉം 51-ഉം ശ്ലോകങ്ങൾ 51-ാമത്തെയും ശ്ലോകങ്ങളൊപ്പം പോവും അർത്ഥം പറയാൻ വേണ്ടിയിട്ട് ഉള്ള സൗകര്യത്തിന്. ശ്രദ്ധാ അസൂത ശുഭം മൈത്രീ പ്രസാദം അഭയം ദയാം ശാന്തി സുഖം മുദം തുഷ്ടി സ്മയം പുഷ്ടി അസൂയത യോഗം ക്രിയോ ഉന്നതിർ ദർപ്പം അർത്ഥം ബുദ്ധിരസൂയത മേധാ സ്മൃതിം തിദിക്ഷാദു ക്ഷേമം ഹ്രീ പ്രശ്രയം സുതം. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ 2 ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്, അത് മാത്രം മതി നമ്മളെ നേരാക്കാൻ. അപ്പോൾ ഇതിൽ വാക്കാർത്ഥം പറഞ്ഞിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒക്കെ അതെ പേരുകളാണ്. ആ പേരുകൾ എന്താ പറയുക, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഈ ഭാവാർത്ഥം പറയുമ്പോൾ മനസ്സിലാവും. ശ്രദ്ധാദികളെ പത്നിമാരായി സ്വീകരിച്ച ശ്രദ്ധ എക്സെട്ര. അപ്പോൾ പത്നിമാരെ സ്വീകരിക്കുമ്പോൾ പുരുഷന്മാർക്ക് ശ്രദ്ധയുണ്ടാവണം. എന്തിനാ ശ്രദ്ധ? എത്രയോ ഡിഫറൻറ്റ് സർക്കംസ്റ്റാൻസസിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അവരെ നമ്മുടെ വരച്ച വരിയിൽ നിർത്തരുത്. അത് മെല്ലെ പാടുള്ളൂ. ആദ്യം പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കണം. പരസ്പരം ബഹുമാനം, പരസ്പരം ആദരവ്, പരസ്പര സ്നേഹം, അതാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ വൈദഗ്ധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധാദികളായ പത്നിമാരായി സ്വീകരിച്ച ധർമ്മൻ എന്ന ദേവന് ആ പത്നിമാരിലുണ്ടായ സന്താനങ്ങളെ പറയുന്നു. ശ്രദ്ധ പ്രസവിച്ചത് ശുഭനെയും. ശ്രദ്ധ ഉണ്ടെങ്കിൽ ശുഭാവെന്ന് അർത്ഥം. അതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാൻ കാരണം. മൈത്രി ഉണ്ടെങ്കിൽ പ്രസാദം എന്ന് പറയുന്ന മകനും, ദയ അഭയനെയും, ശാന്തി സുഖനെയും, തുഷ്ടി മുത്ത് എന്നിവനെയും, പുഷ്ടി സ്മയനെയും, ക്രിയ യോഗനെയും, ഉന്നതി ദർപ്പനെയും, ബുദ്ധി അർത്ഥൻ. ബുദ്ധി ഉണ്ടെങ്കിൽ അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പോൾ അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞാൽ, വായിക്കാനേ പഠിച്ചുള്ളൂ, അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ല എന്നർത്ഥവും. അപ്പോൾ ബുദ്ധി അർത്ഥൻ എന്നവനെയും, മേധ എന്നുള്ളത് സ്മൃതിയെയും, തിദിക്ഷ എന്നത് ക്ഷേമനെയും, ഹ്രീ എന്നവള് പ്രശ്രയനെയും പ്രസവിച്ചു എന്നാണ് 9 ആൾക്കാരും. ഇതിൻ്റെ സാരം ശ്രദ്ധാമൈത്ര്യാദികളായ മാനസിക ഗുണസമ്പന്നനായ ഒരു ധർമ്മസ്വരൂപൻ്റെ ശുഭം, പ്രസാദം, അഭയം, സുഖം, സന്തോഷം, സ്മയം, യോഗം, ദർപ്പം, അർത്ഥം, സ്മൃതി, ക്ഷേമം, പ്രശ്രയം, വിനയം എന്നിങ്ങനെയുള്ള സമ്പത്തുകൾക്ക് അഭിവൃദ്ധി പ്രാപിക്കുമെന്നാകുന്നു. ഇതിനു വേണ്ടി അഭ്യസിക്കാതെ കണ്ട് 100, 150, 1000, 10,000, 1,00,000 കൊടുത്താലും ഇത് അഭ്യസിക്കാണ്ട് നമ്മൾക്ക് ആവില്ല. 52-ാമത്തെ ശ്ലോകം പറയണു. ഒരു 3 വരി ശ്ലോക.
മൂർത്തി സർവഗുണോൽപത്തിർനരനാരായണാം ഋഷി യയോർജന്മന്യതോ വിശ്വം അഭ്യനന്ദൻ സുനിർവൃതം മനാംസി കകുഭോ വാദ പ്രസേതു സരിതോ അദ്രയാ. ഇതാണ് ശ്ലോകം. അതിന് വാക്കാർത്ഥം വന്നിട്ടുണ്ട്. സർവഗുണങ്ങളുടെ ഉത്പത്തിസ്ഥാനഭൂതയായ മൂർത്തി എന്നവൾ. അപ്പം മൂർത്തി, ക്ഷേത്രത്തിലത്തെ മൂർത്തി അങ്ങനെ പറയാം. സർവഗുണങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനഭൂതയാണെന്ന് മനസ്സിലാക്കണം. അത് ആർക്കേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ? സ്വയം ശ്രീനിവാസ ചൈതന്യം, ശ്രീനിവാസൻ, ശ്രീനിവാസം, ശ്രീ ഐശ്വര്യം നിവസിക്കുന്നത് എവിടെയാണ്? അവരവരുടെ ഹൃദയഗഹ്വരത്തിൽ. അതിനെ അറിഞ്ഞാൽ അതിൻ്റെ സവിധത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നന്നാവും. ഈ കർമ്മം പാടില്ലാത്തതാവുന്നത് എപ്പോഴാണ്? സ്ത്രീയുള്ള ഒരുത്തനെ വെക്കണം എന്ന് പറയുമ്പോൾ. പ്രയോഗം മനസ്സിലായെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ സർവഗുണങ്ങളുടെ ഉൽപ്പത്തിസ്ഥാനഭൂതയായ മൂർത്തി എന്നവൾ നരനാരായണന്മാരെന്ന ഋഷികളെ പ്രസവിച്ചു. യാതൊരുത്തരുടെ ജന്മത്തിൽ ഈ ലോകം ഏറ്റവും സുഖമുള്ളതായിട്ട് നരനാരായണന്മാർ തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങിയോട് കൂടിയിട്ട് ലോകത്തിലുള്ളവർക്ക് ശാന്തിയും സമാധാനമായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ സുഖമുള്ളതായിട്ട് അഭിനന്ദിച്ചു. മനസ്സുകളും ദിക്കുകളും കാറ്റുകളും നദികളും പർവ്വതങ്ങളും പ്രസാദിച്ചു എന്നാണ്. അപ്പോൾ ചിലവർ ചോദിക്കും, നദിയും പർവ്വതങ്ങളും എങ്ങനെയാണ് പ്രസാദിക്കുക? അവർക്കൊക്കെ ആ സ്ഥൂലദേഹം വിട്ട് സൂക്ഷ്മമായിട്ട് ഒരു രൂപത്തെ, ഒരു മനുഷ്യൻ്റെ രൂപം ധരിച്ച് നമ്മളോട് സംവാദം ചെയ്യാൻ പറ്റും. അതാണ് പർവ്വതാവാച, പർവ്വതൻ പറഞ്ഞു അല്ലേ? അങ്ങനെയാണത്. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. സർവഗുണസമ്പന്നയായ മൂർത്തിദേവിയിൽ ധർമ്മദേവന് നരനാരായണന്മാരെന്ന് പേരായ 2 പുത്രന്മാരുണ്ടായി. അവർ ഋഷികളാകുന്നു. അവരവതരിച്ചപ്പോൾ സർവ്വലോകങ്ങൾക്കും സുഖം അനുഭവപ്പെട്ടതിനാൽ സന്തോഷമുണ്ടായി. എല്ലാവരുടെ മനസ്സും 4 ദിക്കുകളും കാറ്റും നദികളും പർവ്വതങ്ങളും പ്രസാദിച്ചു. സമഷ്ടി ലോകത്തിൽ സുഖമുണ്ടായെന്ന് സാരം. സമഷ്ടിയിൽ സുഖമുണ്ടായാൽ വ്യഷ്ടിയായിട്ടുള്ള ഇൻഡിവിജ്വൽസിന് സൗഖ്യമായി. കാറ്റ് കൊള്ളാൻ പുറത്തിറങ്ങും, കൊടുങ്കാറ്റായാലോ എല്ലാവരും ഓടി ഒളിക്കും ഇല്ലേ? അപ്പോൾ സമഷ്ടിയിൽ വരുന്ന വൈകല്യങ്ങൾ വ്യഷ്ടികളാവുന്ന നമ്മളെ ബാധിക്കുന്ന അർത്ഥം. ലോകശാന്തിക്കായി തപസ്സാചരിപ്പാൻ അവതരിച്ച ഭഗവത് അംശഭൂതന്മാരാണ് ഈ 2 ഋഷികൾ എന്നറിയണം. ഈ നരനും നാരായണനും ആരാ? ഭഗവാന്റെ അംശഭൂതരാ. അവര് തപസ് ചെയ്തത് എന്തിനാ? ലോകശാന്തിക്ക്. ലോകത്തിൽ ശാന്തി ഉണ്ടാവണം. അതാണ് പിന്നെ ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞത്. അപ്പോൾ തപസ്സാചരിപ്പാൻ അവതരിച്ച ഭഗവതംശഭൂതരായി എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ കൺക്ലൂഷൻ, ശുദ്ധസത്വസ്വരൂപത്തെ തന്നെയാണ് മൂർത്തി എന്ന ശബ്ദം. ശുദ്ധാണ്, സത്വസ്വരൂപമാണ്, ജീവനുണ്ടതിന്. അതറിയണമെങ്കിൽ ആത്മചൈതന്യം അവരവരിലുണ്ടാവണ്ടേ? അവരവരിലുള്ള ആത്മാവിൻ്റെ പ്രതിബിംബമാണല്ലോ മൂർത്തി എന്നുള്ളത്. അപ്പോൾ നിശ്ചയിച്ചിന് ജ്ഞാനവൈരാഗ്യാദി സകല ഗുണങ്ങളും അതിൽ നിന്നുണ്ടാവും, മൂർത്തിയിൽ നിന്ന്. നമ്മളും മൂർത്തിയാണ്. അപ്പോൾ ജ്ഞാനവൈരാഗ്യാദി സകല ഗുണങ്ങളും അതിൽ നിന്നുണ്ടാവും. അപ്പോൾ ശുദ്ധസത്വമയിയായ മനോവൃത്തിയിൽ, മനോവൃത്തി നേരായാൽ എല്ലാം നേരായി. അപ്പോൾ ശ്രീനാരായണനും കർമ്മഫലഭൂതനായ നരഋഷിയും ഒപ്പം അവതരിക്കും. നാരായണൻ സാക്ഷാൽ ഭഗവാൻ, നരൻ ഭഗവാന്റെ അംശം. അപ്പോൾ നമ്മളൊക്കെ ആരാ? ഭഗവാന്റെ അംശമാണ്. അതാണ് അഹം ബ്രഹ്മാസ്മി. ഇത് പറഞ്ഞ് മനസ്സിലാക്കാണ്ട് നിങ്ങൾ ആ ഹോമം ചെയ്യൂ ഈ ഹോമം ചെയ്യൂ എന്ന് പറഞ്ഞ എന്താ കാര്യം? നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ അംശജരാണെന്ന് പറഞ്ഞാൽ അവരവരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട്, തന്നിലുള്ള ചൈതന്യത്തിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണ്ടേ? ഞാൻ പറയാറില്ലേ, ഒരു നടന്നു പോകുമ്പോൾ ഒരു അറ്റക്കഴായ കണ്ടാൽ അതിൻ്റെ
നീളം, അതിൻ്റെ വീതി എത്രയുണ്ട് അല്ലേ? അതനുസരിച്ചിട്ട് നമ്മൾ ചാടണോ ചാടണ്ടേ ഇറങ്ങിക്കയറണോ എന്നുള്ള തീരുമാനം തരുന്നത് അവരവരുടെ ഉള്ളിലുള്ള ദൈവിക ചൈതന്യമാണ്. ഇടുപ്പ് പൊട്ടിക്കണ്ട അട്ടുവോ എന്നൊരു വിളി വരും, അശരീരി വരും. അശരീരി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വർത്തിക്കുന്ന ഈശ്വര ചൈതന്യത്തിൻ്റെ വാക്ക്. അതെങ്ങനെയാണ്? അലർട്ട്നെസ്സാണ്, അലർട്ട് ചെയ്യും നമ്മളെ. അപ്പോൾ ഭാവത്താൽ പരമാത്മാവ് സർവ നരലോകത്തെ ആനന്ദിപ്പിക്കുന്ന സർവേശ്വരനായി വിളങ്ങി എന്നുള്ള അർത്ഥത്തെ സൂചിപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. 53-ാമത്തെ ശ്ലോകം. ദിവ്യവാദ്യന്തതുര്യാണി പേതു കുസുമവൃഷ്ടയാ മുനയസ്തുഷ്ടുസ്തുഷ്ടാ ജഗുർഗന്ധർവകിന്നരാഹ. സ്വർഗത്തിൽ വാദ്യങ്ങൾ വാദിക്കപ്പെട്ടു തന്നെ, പുഷ്പവർഷങ്ങൾ പതിച്ചു, മുനികൾ സ്തുതിച്ചു, സന്തുഷ്ടന്മാരായ ഗന്ധർവകിന്നരന്മാർ പാടി. അപ്പം നമ്മൾക്ക് സന്തോഷം ഉണ്ടായാൽ നമ്മൾ പാടും. നമ്മൾ എന്താ പാടേണ്ടത്? പച്ചമാങ്ങ പച്ചമാങ്ങ എന്നല്ല പാടേണ്ടത്. പിന്നെയോ നാരായണം ഭജേ നാരായണം ഭജേ നാരായണം ഭജേ നാരായണം ഭജേ. നാരായണനെ ഭജിക്കുക, അതാണ്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ്? ഭൂലോകത്തിലെ അഭിവൃദ്ധിയെ സൂചിപ്പിച്ച ശേഷം സ്വർഗാദി ലോകത്തിലുണ്ടായ ഉത്സവത്തെ പറയുന്നു. അപ്പം നാരായണൻ അവതരിച്ചത് ഭൂമിയിലാണ്. അപ്പോൾ ഭൂമിയിലെല്ലാവരും സന്തോഷിച്ചു, അപ്പോൾ സ്വർഗത്തിലുള്ളവർ സന്തോഷിച്ചു. അപ്പോൾ ആരാ മേലെ? ഏതാ മേലെ? സ്വർഗമല്ല, ഭൂമിയാണ്. ഭൂമിയിലാണ് തപസ്സനുഷ്ഠിക്കുന്നത്, അവിടെ തപസ്സനുഷ്ഠിക്കില്ല. അതുകൊണ്ടാണ് സ്വർഗം പ്രാപ്തി അല്ല നമ്മുടെ ഉദ്ദേശം. ജനന മരണമാകുന്ന ദുര്യോഗങ്ങൾ ഇല്ലാതെ കണ്ട് സായൂജ്യ സാമീപ്യ സാലോപ്യാദികൾ അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിൽ ദേവവാദ്യങ്ങളെ മുഴക്കി സ്വർഗവാസികൾ ഭൂലോകത്തിലേക്ക് പുഷ്പങ്ങളെ വർഷിച്ചു. അപ്പോൾ ആരാ മീതെ? പുഷ്പവൃഷ്ടി എവിടെ വന്ന് വീണത്? ദേവന്മാർ ചെയ്യുന്ന പുഷ്പവൃഷ്ടി ഭൂമിയിലുള്ള സജ്ജനങ്ങളുടെ മേലെ. എന്നിട്ടോ സന്തുഷ്ടന്മാരായ ഗന്ധർവകിന്നരന്മാർ ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിച്ചു. അപ്പം നമ്മളും ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കുക എന്നല്ലാതെ കണ്ട് നീലക്കല്ല് വേണോ പച്ചക്കല്ല് വേണോ എന്ന് ചോദിക്കരുത്. ഇത് കല്ലല്ല, ശ്രീനിവാസനാണ്. ശ്രീനിവാസൻ ഉള്ളിലുണ്ടല്ലോ, എന്തുകൊണ്ട് നീ അറിയുന്നില്ല എന്ന് പാടൂ കൈയടിച്ചിട്ട്. ഇനി 54-ാമത്തെ ശ്ലോകം പറയണു. നൃത്യന്തി സ്മ സ്ത്രിയോ ദേവ്യ ആസീൽ പരമമംഗളം ദേവാ ബ്രഹ്മാദയ സർവേ ഉപതസ്തുരഭിഷ്ടവൈഹി. ഈ ശ്ലോകം അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെയാണ്? ദേവസ്ത്രീകൾ നർത്തനം ചെയ്തു, പരമോത്സവം ഉണ്ടായി, ബ്രഹ്മവാദികളായ സകല ദേവന്മാരും സ്തോത്രങ്ങൾ കൊണ്ട് സേവിച്ചു. സ്തോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങൾ എന്നാണ്. ശാസ്ത്രദൃഷ്ടിയ ഉള്ള വാക്കുകളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചാൽ അത് സ്തോത്രങ്ങളായി. സ്തോത്രങ്ങൾ ചൊല്ലിയാൽ കീർത്തി തന്നെ വരും. കീർത്തിമാൻ ലഭതേ കാര്യം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ്? ദേവസ്ത്രീകൾ സന്തോഷാധിക്യത്താൽ നർത്തനാദികൾ ചെയ്തു എന്നാണ്. സന്തോഷം ഉണ്ടായാൽ നൃത്തം ചെയ്യാം. ഭഗവാന്റെ അവതാരമാഹാത്മത്താൽ ലോകത്തിൽ എങ്ങും പരമോത്സവം ആയി. ബ്രഹ്മാവ് തുടങ്ങിയുള്ള ദേവന്മാർ സ്തോത്രങ്ങൾ കൊണ്ട് ഭഗവാനെ സേവിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദേവാ ഊജുഹു, ദേവന്മാർ പറഞ്ഞു. 55-ാമത്തെ ശ്ലോകം 4 വരി ശ്ലോകമാണ്. യോ മായയാ വിരചിതം നിജയാ ആത്മനീതം ഘേരൂപഭേദമിവ തൽപ്രതിചക്ഷണായ ഏതേന ധർമ്മസദനേ ഋഷിമൂർത്തിനാദ്യ പ്രാദുർച്ഛകാര പുരുഷായ നമ പരസ്മൈ. ഇതാണ് സ്തോത്രം, ഇതാണ് ചൊല്ലേണ്ടത്. അതിൻ്റെ വാക്കാർത്ഥം നോക്കുക. യാതൊരുവൻ സ്വാധീനനായിരിക്കുന്ന ശക്തിയാൽ നമുക്ക് ശക്തി എവിടുന്നാണ് കിട്ടുന്നത്?
തൻ്റെ ഉള്ളിലുള്ള ആത്മീയ ചൈതന്യം, ആത്മചൈതന്യം ആകാശത്തിൽ രൂപഭേദത്തെ എന്ന പോലെ ആത്മാവിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ ഇതിനെ ഉപദേശിപ്പാനായിക്കൊണ്ട് ഇപ്പോൾ ധർമ്മപത്നിയിൽ ഈ ഋഷിരൂപത്തോടുകൂടെ പ്രകാശിച്ചിരിക്കുന്നുവോ പരമപുരുഷനായിക്കൊണ്ട്, ഈ നാരായണന് പരമപുരുഷനായിക്കൊണ്ട് നമസ്കാരം. പരമപുരുഷന്മാരെ നമസ്കരിക്കാൻ പാടൂ. വിഷയം കളക്ടറോട് പറയേണ്ട കാര്യം, കളക്ടറെ കണ്ട് കാര്യം പറയണമെങ്കിൽ കളക്ടറേറ്റിൽ പ്യൂണിനെ കാണണം. പക്ഷേ പ്യൂണിനെ അങ്ങനെ നമസ്കരിക്കാറ് പതിവില്ല. എന്നാൽ ഭക്തി പുരസരം അദ്ദേഹത്തെ സ്നേഹവായ്പിനാൽ ഉത്തേജിപ്പിച്ചു വിചാരിക്കുക. അദ്ദേഹം പറയൂ, നിൽക്കൂ, ഞാൻ ഏർപ്പാടിയാന്ന് പറയും. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും അവരവർ ആഗ്രഹിക്കുന്ന അർഹിക്കുന്ന ആദരവുകൾ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ദേവന്മാർ എങ്ങനെ സ്തുതിച്ചത് എന്നുള്ളതിൻ്റെ ഭാവാർത്ഥം പറയാം. ഹേ ഭഗവൻ, പരമപുരുഷനായ നിന്തിരുവടിക്കായ കൊണ്ട് നമസ്കാരം. അതെവിടെയാണ്? അവരവരുടെ ഉള്ളിലാണ്. അതുകൊണ്ട് ഇന്ന് എന്നെ ഒരു അത്യാവശ്യം നല്ല വിവരമുള്ള ഒരാൾ, നമസ്കാരം ഗുരുജി. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടായിന്ന് വിളിച്ചാൽ മതി പറഞ്ഞു. കാരണം എന്താ? പരം ഗുരു അയാളുടെ ഉള്ളിലാണ്, എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഞാൻ ഗുരുജി അല്ല. കാരണം എന്താ? അദ്ദേഹത്തിന് എന്ത് വെയിറ്റ് ഉണ്ട് ഈ ഭൂമിയിൽ, ആ വെയിറ്റ് തന്നെ എനിക്കുള്ളൂ. പക്ഷെ ഞാൻ ഈശ്വരാധീനം കൊണ്ട് ഈശ്വര കഥകളെ, ഈശ്വരോക്തങ്ങളായ ശാസ്ത്രങ്ങളെ ഞാൻ പറയണു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പദവി സ്വയം സ്വീകരിക്കരുത്. ഏത് പദവി? ഗുരുജി എന്നുള്ള പദവി ഞാൻ സ്വയം സ്വീകരിക്കരുത്. കാരണം എൻ്റെ ഗുരുനാഥൻ എനിക്ക് ഭാഗവത ഭക്തദാസൻ എന്നിട്ടുണ്ട്. അത് ഞാൻ കാലഹരണപ്പെടുന്നവരാ വാക്കിലെ ഞാൻ അറിയപ്പെടുന്നു. അതാണ് എൻ്റെ ശരി. പരമശൈലേ. അപ്പോൾ പറയണു, ഈ കാണപ്പെടുന്ന വിശ്വം അവിടുന്നാകുന്ന അധിഷ്ഠാനമാണ്. അധിഷ്ഠാനത്തിൽ അവിടുത്തെ ഇച്ഛാശക്തിയാകുന്ന മായയെ ആശ്രയിച്ചിട്ട് അവിടുന്നിനാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതാണെന്നുള്ള പരമാർത്ഥത്തെ സ്വഭക്തന്മാർക്ക് ഉപദേശിപ്പാനായിക്കൊണ്ട് ധർമ്മദേവപത്നിയിൽ ഈ ഋഷിസ്വരൂപത്തോടുകൂടെ അവതരിച്ചിരിക്കുന്നു. മാറ്റർ ക്ലിയറാണ്. മറ്റുള്ളവർക്ക് ബോധ്യം വരുത്താനായിട്ട് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചു. വാസ്തവത്തിൽ നാനാനാമങ്ങളാൽ പറയപ്പെടുന്ന നാനാരൂപങ്ങൾ നിന്തിരുവടി ഏകൻ തന്നെയാകുന്നു. അപ്പം നാനാത്വത്തിൽ ഏകത്വം കാണണം, അല്ലാണ്ട് ഏകത്വത്തിൽ നാനാത്വം കാണരുത്. ഇപ്പോൾ 7 ദിവസം ഭാഗവത ചിന്തനത്തിൽ എത്ര പൂജകളാണ് നമ്മൾ ചെയ്യുന്നത്? അപ്പോൾ ആരേനെ നമ്മൾ പൂജിക്കേണ്ടത്? എന്തിനാ പൂജിക്കേണ്ടത്? സാക്ഷാൽ നാരായണൻ അവരവരുടെ ഹൃദയഗഹുരത്തിലുള്ളപ്പോൾ ആ നാരായണൻ്റെ വാക്കുകളെ കൊണ്ട് സ്തുതിക്കുക എന്നല്ലാണ്ട് ഒരു ആഗ്രഹാഭിലാഷങ്ങൾ വെച്ച് പുലർത്തുന്നത് തെറ്റല്ലേ? അതുകൊണ്ട് ഘടാദികളാകുന്ന ഉപാധികളോടുള്ള സംബന്ധം നിമിത്തം പരിച്ഛിന്നമെന്ന പോലെ കാണപ്പെടുന്ന ആകാശം പരമാർത്ഥത്തിൽ അപരിച്ഛിന്നവും ഏകവുമായിരിക്കുന്നത് പോലെ നിന്തിരുവടിയും അപരിച്ഛിന്നനും ഏകനുമാകുന്നു. സത്വഗുണത്തെ അംഗീകരിച്ച് അവതരിച്ചിരിക്കുന്ന അങ്ങ് ഉപദേശിച്ചാൽ മാത്രമേ ഈ സത്യജ്ഞാനം ജീവാത്മാക്കൾക്ക് അനുഭവപ്പെടുകയുള്ളൂ. അതാണ് അതിൻ്റെ സത്യം. അതിനാണ് ഉദ്ധവരോട് ബ്രഹ്മോപദേശം ഭഗവാൻ ചെയ്തത്. അതിനായിട്ടുള്ള അങ്ങയുടെ ഈ അവതാരത്തെ ഞങ്ങൾ സേവിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി 56-ാമത്തെ ശ്ലോകം 4 വരിയാണ്. സ അയം സ്ഥിതിവ്യതികരോപശമായ സൃഷ്ടാൻ സത്വേന ന സുരഗണാനനുമേയ തത്വാ ദൃശ്യാതത ഭ്രമകരുണേന വിലോകനേന ശ്രീനികേതമമലം. ശ്രീനികേതം അമലം. ശ്രീനികേതം എവിടെയാ? അവരവരുടെ ഉള്ളിലാണ്. എന്നിട്ട് നമ്മൾ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് പുറമേ എന്ത് ചെയ്യും? ലക്ഷ്മി പൂജ നടത്തും. അതെന്തിനാണെന്ന് എനിക്കറിയാത്തത്.
ശ്രീനികേതനം എൻ്റെ ഉള്ളിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ ഞാൻ അതല്ലേ മനസ്സിലാക്കിക്കേണ്ടത് മറ്റുള്ളവരെ? എൻ്റെ ഉത്തരവാദിത്വം അതല്ലേ? അപ്പോൾ ഏതാനും ചില്ലിക്കാശ് എനിക്ക് ദക്ഷിണ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ കൊണ്ട് ഞാനൊരു 108 നാമങ്ങൾ ചൊല്ലിച്ച് ഞാനൊരു ആര്യതയൊക്കെ കൈയടിച്ച് പാടി, അത് ശരിയല്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ക്ഷിപതാരവിന്ദം, ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുക. അല്ലാണ്ട് ശ്രീനികേതൻ നമ്മുടെ ഉള്ളിലാന്ന് പറഞ്ഞാൽ പിന്നെ ശ്രീനെ പുറത്തെന്തിനാ? അത് അവിടെയാണ് പ്രശ്നം. അപ്പോൾ പറയണു, അനുമാനത്താൽ അറിയപ്പെടുവാൻ, ആ അനുമാനത്താൽ അറിയപ്പെടാനുള്ള സൗകര്യമാണ് വക്താവ് ശ്രോതാക്കളിൽ ജനിപ്പിക്കേണ്ടത്. വക്താവ് പറയുന്ന ആളെ ശ്രോതാക്കളെ അനുമാനിക്കാൻ പഠിപ്പിക്കണം. അപ്പോൾ യോഗ്യമായ തത്വത്തോടു കൂടിയ തത്വങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ ഭഗവാൻ മര്യാദയുടെ കലർപ്പിനെ ശമിപ്പിക്കുവാനായിട്ട് സത്വഗുണത്താൽ സൃഷ്ടിക്കപ്പെട്ട ദേവസംഘങ്ങളായ ഞങ്ങളെ അധികരിച്ച കാരുണ്യത്തോടുകൂടിയ കടാക്ഷത്താൽ ദർശിക്കണം. യാതൊന്ന് ശ്രീദേവിയുടെ വാസസ്ഥാനവും നിർമ്മലവുമായ താമരപ്പൂവിനെ നിസ്സാരമാക്കി തീർക്കുന്നുവോ? അതായത് ഭഗവതീനെ ബഹുമാനിക്കണ്ടെന്ന് തന്നെയാണ് പറഞ്ഞതേ. കാരണം എന്താ? ഭഗവതി എന്താ പറയുക, ഒരു വ്യാഴവട്ടക്കാലേ ഉള്ളൂ ഒരാളുടെ ജീവിതത്തിൽ. വ്യാഴം 12 വർഷമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെയാണ്. അപ്പോൾ ഭഗവാൻ എത്ര വർഷം നമ്മുടെ ഉള്ളിലുണ്ടോ അത്രയും നമ്മൾക്ക് ഈശ്വര കടാക്ഷം ഉണ്ടായാൽ മതി എന്നാ. പിന്നെ ഇനിയാണ് അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞത്. ഹേ ഭഗവൻ, സൃഷ്ടിയാധികാരങ്ങളെ കൊണ്ട് നിന്തിരുവടിയുടെ മഹിമയെ ഊഹിക്കുവാൻ മാത്രമല്ലാതെ അതിൻ്റെ പരമാവധിയെ അറിവാൻ ഞങ്ങൾ സമർത്ഥന്മാരല്ല. ലോകം അതിൻ്റെ മര്യാദയെ അതിക്രമിക്കാതിരിക്കാനായിട്ട് ഞങ്ങൾക്ക് ചില അധികാരങ്ങളെ നൽകിയ നിന്തിരുവടിയാൽ തന്നെ സത്വഗുണത്താൽ സൃഷ്ടിക്കപ്പെട്ട ഞങ്ങൾക്ക് ആ അധികാരങ്ങളെ വേണ്ടും വിധം നടത്തുവാനുള്ള ശക്തി ഉണ്ടാവാനും ഞങ്ങളുടെ സർവാഭീഷ്ടങ്ങൾ സാധിപ്പാനുമായിട്ടും ശ്രീദേവിയുടെ വാസസ്ഥാനമായ താമരപ്പൂവിനേക്കാൾ സൗന്ദര്യമുള്ള നിന്തിരുവടിയുടെ അപാംഗത്താൽ സമ്പൂർണ്ണ കരുണയോടുകൂടെ ഞങ്ങളെ കടാക്ഷിക്കണം. വാട്ട് എൽസ് യു നീഡ്? 57ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. പറയണു, ഏവം സുരഗണൈസ്താദാ ഭഗവന്താവഭിഷ്ടുതോ ലബ്ധാവലോകൈര്യയതുർ അർച്ചിതോ ഗന്ധമാദനം. ഗന്ധമാദന പർവ്വതത്തിൽ ഇവർ ഇരിക്കുന്നുണ്ട്, അവരെ അർച്ചിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നു. വത്സ, താത എന്ന് പറഞ്ഞാൽ മകൻ എന്നർത്ഥം. താത വത്സ. ഇപ്രകാരം ദേവസംഘങ്ങളാൽ സ്തുതിക്കപ്പെട്ട ഭഗവാൻമാർ ലഭിക്കപ്പെട്ട കടാക്ഷത്തോടുകൂടിയ ദേവസമൂഹങ്ങളാൽ പൂജിക്കപ്പെട്ടവരായിട്ട് ഗന്ധമാദനത്തെ പ്രാപിച്ചു, അവിടേക്ക് പോയി എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം, ഹേ വത്സ വിതുര, ഹേ താത, ഹേ വത്സ വിതുരാം, ദേവന്മാരാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ട നരനാരായണന്മാരായ ഭഗവാൻമാർ ദേവന്മാരെ കാരുണ്യത്തോടുകൂടെ കടാക്ഷിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ സർവ മനോരഥങ്ങളും സാധിച്ചതിനാൽ ഗന്ധപുഷ്പാദികൾ കൊണ്ട് അവരാൽ പൂജിക്കപ്പെട്ട നരനാരായണ ഭഗവാൻമാർ തപസ് ചെയ്യുവാനായിക്കൊണ്ട് ഗന്ധമാദനം എന്ന പർവ്വതത്തെ പ്രാപിച്ചു. അപ്പോൾ ഇവിടെ ഈ ഒരു ശ്ലോകം നമ്മൾ വിലക്കെടുക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഭഗവാൻമാർ ദേവന്മാരെ കാരുണ്യത്തോടുകൂടെ കടാക്ഷിച്ചു. കടാക്ഷിക്കാനുള്ള കാര്യം എന്താ? ദേവന്മാർ ഈ നരനാരായണന്മാരാകുന്ന ഭഗവാനെ സ്തോത്രം ചെയ്തു. അപ്പോൾ ആചാര്യൻ ചെയ്യേണ്ടത് എന്താ? ശ്രോതാക്കളെ കൊണ്ട് സ്തോത്രങ്ങൾ ചെല്ലിക്കണം.
അതെങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ എവിടൊക്കെ സ്തുതികൾ വരുന്നോ അത് ശ്രോതാക്കളെ കൊണ്ട് ചെല്ലിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഇപ്പോൾ നരനാരായണന്മാരനെ സ്തോത്രം ചെയ്ത് സന്തോഷിപ്പിച്ചു എന്ന്, അതാണ് ഈ ആഖ്യാന രീതി ആവേണ്ടത്. പ്രമോഷയോ അപ്പോൾ എന്നിട്ട് നരനാരായണന്മാർ മുണ്ടാണ്ടിരുന്നു അല്ല, അവർ ഗന്ധമാദന പർവ്വതത്തിൽ പോയിട്ട് ലോകശാന്തിക്ക് വേണ്ടി തപസ് ചെയ്യാം. അപ്പോൾ രംഭ, തിലോത്തമ മുതലായ ലോകത്തെ നർത്തകിമാരെ കാമദേവൻ്റെ കൂടെ ഏതൊരു ഇന്ദ്രൻ നരനാരായണന്മാരുടെ തപസ്സിനെ ഇളക്കാൻ വേണ്ടി പോയി. അപ്പോൾ നരനോട് നാരായണൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താ അത്? ഹേ സ്നേഹിത, കൂടപ്പുറപ്പേ, ഇവരെ നമ്മളൊരു പാഠം പഠിപ്പിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. വേണം. അപ്പോൾ എന്ത് ചെയ്തു? നാരായണൻ തൻ്റെ തൃത്തുടയിലൊന്ന് അടിച്ച് ഉർവശി എന്ന് പേരായ ഒരു സ്ത്രീരത്നത്തെ സൃഷ്ടിച്ച് ഇന്ദ്രന് സംഭാവന ചെയ്യാം. അപ്പം എന്തായി? അത് ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? ഈശ്വരന് മാത്രമേ സാധിക്കുള്ളൂ. ഇനി 58-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. താവിമോ വൈ ഭഗവതോ ഹരേരംശാവിഹാഗതാം ഭാരവ്യയായ ച ഭുവ കൃഷ്ണോ യദുഗുര്യദ്വഹോ. ഭഗവാനായ ഹരിയുടെ ഈ അംശങ്ങൾ ഭൂവിൻ്റെ ഭാരത്തെ നശിപ്പിക്കുവാനായിക്കൊണ്ട്, അതായത് ഭൂമിയുടെ ഭാരത്തെ നശിപ്പിക്കുവാനായിക്കൊണ്ട് യദുക്കളെയും ഗുരുക്കളെയും പാലിക്കുന്ന കൃഷ്ണന്മാരായിട്ട് ഈ ലോകത്തിൽ ആഗതന്മാരായിരിക്കുന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. ഭഗവാന്റെ അംശഭൂതന്മാരായ ആ നരനാരായണന്മാർ ഇപ്പോൾ ഈ ഭാരതഖണ്ഡത്തിൽ ഭൂമിക്ക് അസുരാംശഭൂതന്മാരായ രാജാക്കന്മാർ നിമിത്തം നേരിട്ടിരിക്കുന്ന സങ്കടത്തെ തീർത്ത് പുഷ്ടിയെയും മര്യാദയെയും ഉറപ്പിക്കുവാനായി കൊണ്ട് യദുകുലത്തെ പരിപാലിക്കുന്ന കൃഷ്ണനെന്നും ഗുരുകുലത്തെ പരിപാലിക്കുന്ന കൃഷ്ണനെന്നും പേരോടുകൂടെ അവതരിച്ചിരിക്കുന്നു. ദേവകീപുത്രനായ ശ്രീകൃഷ്ണൻ സ്വയം ഭഗവാൻ തന്നെ. ദേവകീപുത്രനായ ശ്രീകൃഷ്ണൻ സ്വയം ഭഗവാൻ തന്നെ. കുന്തിപുത്രനായ അർജുനനാകട്ടെ പൂർവാവതാരത്തിൽ നരനായി അവതരിച്ച അംശത്തിൽ നിന്നുണ്ടായവനാകുന്നു എന്ന് ധരിക്കേണ്ടതാകുന്നു. അല്ലെങ്കിൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് അവിടെ തന്നെ സൂചിപ്പിച്ചതിന് വിരോധം നേരിടും. ആ വിരോധം നേരിടാൻ പാടില്ല. പ്രശ്നേ 59. സ്വാഹാഭിമാനിനശ്ച അഗ്നേരാത്മജാം സ്ത്രീന ജീജനത് പാവകം പാവമാനം ച ശുചിം ച ഹുതഭോജനം. ഇതിൻ്റെ അർത്ഥം പറഞ്ഞ് നമുക്ക് നിർത്താം. വാക്കാർത്ഥം പറയണത്, അഭിമാനി ദേവതയായ അഗ്നിയിൽ നിന്ന് സ്വാഹ എന്ന ദക്ഷപുത്രി, അഗ്നിയുടെ ഭാര്യയാണ് സ്വാഹ, ദക്ഷപുത്രി 3 പുത്രന്മാരെ ജനിപ്പിച്ചു. കുതത്തെ ഭുജിക്കുന്ന പാവകനെയും പവമാനനെയും ശുചിയെയും. അതായത് ശുചി എന്ന് പറഞ്ഞാൽ എന്താ? ശുദ്ധീകരിക്കുക. അഗ്നിയിൽ എന്തിട്ടാലും പിന്നെ അതിനെ കാണില്ല എന്ന് പറഞ്ഞാൽ അതിനെ ശുദ്ധീകരിച്ചു എന്നർത്ഥം. ദക്ഷൻ്റെ 16 പുത്രിമാരിൽ 13 പേരുടെ വംശം പറഞ്ഞു. 14ാമത്തെ പുത്രിയായ സ്വാഹയുടെ വംശം പറയുന്നു. സ്വാഹ അഭിമാനി ദേവതയായ അഗ്നിദേവനിൽ നിന്ന്, അഗ്നിയുടെ ഭാര്യയാണെന്ന് അപ്പം മനസ്സിലായില്ലേ, അഗ്നിദേവനിൽ നിന്ന് 3 പുത്രന്മാരെ ജനിപ്പിച്ചു. പാവകൻ, പവമാനൻ, ശുചി എന്ന് അവരുടെ പേർ. 3 പേരും അഗ്നിയിൽ ഹോമിക്കുന്ന പദാർത്ഥത്തെ ഭുജിക്കുന്നവരാകുന്നു എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്താസുനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.